ഹായ് മക്കളെ, ആദ്യം തന്നെ എഡ്യൂബോർഡിന്റെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റ് ഞങ്ങൾ റീസെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, CS ഇത്രയും സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് തരാൻ പറ്റി. ഇതിന്റെ റിവ്യൂ നിങ്ങൾ പറയണം. ഇത് വെച്ചുള്ള നിങ്ങളെ പഠനം, പ്രിപ്പറേഷൻ അത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയി നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. എല്ലാ കമന്റ്സിലൂടെ ഞങ്ങൾ ഗോ ത്രൂ ചെയ്യും. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണം. ഹെൽപ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി പറയണം. ഞങ്ങൾക്ക് ഒരുപാട് എന്ത് ചെയ്യും, അത് മോട്ടിവേഷൻ ആകും മുന്നോട്ടുള്ള ജേണിയിൽ. റെഡി? അപ്പോൾ ബയോളജി നമ്മളുടെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് എത്തിയിട്ടുണ്ട് മക്കളെ. ഒരുപാട് നേരം നമ്മളെ ടീം ബയോളജി ഒരുപാട് തിരക്കുകൾക്ക് ഇടയിൽ പ്രിപ്പയർ ചെയ്തതാണ്. കാരണം നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ കൂടെയുള്ള ബയോളജി ഫാക്കൽറ്റീസ് എല്ലാവരും ഡോക്ടേഴ്സ് ആണ്. അവരുടെ എക്സാംസും അവരുടെ ഹൗസ് സർജൻസി കാര്യങ്ങളുടെ ഇടയിൽ തന്നെയാണ് ഇതെല്ലാം പ്രിപ്പയർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെഡി? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ബയോളജിയിൽ ബോട്ടണിയും സുവോളജിയും സെപ്പറേറ്റ് അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് ഈ വീഡിയോയുടെ താഴെ ലഭിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എഡ്യൂബോർഡ് ആപ്പിന്റെ അകത്ത് നിങ്ങൾക്ക് ഈ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ PDF ഡൗൺലോഡ് ചെയ്യുക, എല്ലാ സ്ഥലത്തും ഷെയർ ചെയ്യുക. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എല്ലാ കുട്ടികൾക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ കൺസെപ്റ്റ് ആദ്യമായിട്ട് അറിയുന്ന, ലേറ്റ് ആയി അറിഞ്ഞവർക്ക് വേണ്ടി പറയാണ് മക്കളെ. ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന ഏറ്റവും അങ്ങേ അറ്റത്ത് വരെ പോസിബിലിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് വരെ ഞങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ക്ലാസ്സുകൾക്ക് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാർക്ക് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസ് എഡ്യൂബോർഡിന്റെ ലൈവുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യണം. സോ നിങ്ങൾ ഒരു ലൈവ് കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസിലൂടെ ഗോ ത്രൂ ചെയ്യണം. സോ സുവോളജി ആണെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സിനും കൃത്യമായി പേജ് നമ്പർ ഇൻഡെക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചില ചാപ്റ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ അറിയുമെങ്കിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്, ജസ്റ്റ് കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് അറിയുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് നേരെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ എവല്യൂഷനിലോട്ടോ അല്ലെങ്കിൽ മൈക്രോബിൻ ഹ്യൂമൻ വെൽഫെയറിലോട്ടോ വേഗം ചാടാം. അതിനുവേണ്ടി പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ അകത്ത് ഒരു കളർ കോഡ് ഉണ്ട്. അതായത് ഇതിൽ വൈറ്റ് കളറിൽ ചില ചോദ്യങ്ങളും യെല്ലോ കളറിൽ ചില ചോദ്യങ്ങളും കാണാം. യെല്ലോ കളറിലുള്ള ചോദ്യങ്ങൾ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റിലുള്ള ചോദ്യങ്ങളായിരിക്കും. സോ യെല്ലോ കളർ ചോദ്യങ്ങൾ എല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ആദ്യം തന്നെ ഉറപ്പിക്കുക. വൈറ്റ് കളർ ഇമ്പോർട്ടന്റ് തന്നെയാണ്, പക്ഷെ അതിന്റെ വേരിയേഷൻസ് ആയിരിക്കും. സോ വൈറ്റ് കളർ നിങ്ങൾക്ക് പ്രാക്ടീസിന് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ബോട്ടണിയുടെ കേസ് ആയാലും സെയിം തന്നെയാണ്. പേജ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ PDF ലഭിക്കാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലോ പിൻഡ് മെസ്സേജിലുള്ള 2 ലിങ്കിലും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എഡ്യൂബോർഡ് ആപ്പിന്റെ അകത്തും അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന സെഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എഡ്യൂബോർഡിന്റെ മാരത്തോൺ ലൈവ് ഉണ്ട്. ആ മാരത്തോൺ ലൈവിലേക്ക് എല്ലാവരും വരിക. ഇതിൽ അതിന്റെ ക്വസ്റ്റ്യൻസും ഇതുമായി ബന്ധപ്പെട്ട ഷോർട്ട് ട്രിക്സും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഷെയർ ചെയ്യണം. അതായത് ഞാൻ റിപ്പീറ്റഡ് ആയി 3 തവണ 4 തവണ ഓൾറെഡി ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇത് കിട്ടാത്ത ഒരു കുട്ടി പോലും ഇനി കേരളത്തിൽ ഉണ്ടാവരുത്. മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങാൻ ഇത് ഹെൽപ്ഫുൾ ആവട്ടെ വിചാരിക്കുന്നു. നിങ്ങളുടെ റിവ്യൂസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. കമന്റ്സിലൂടെ ഓരോ കമന്റ്സിലൂടെ ഞാൻ ഗോ ത്രൂ ചെയ്യും. സീ യു. നമ്മുടെ മാരത്തോൺ ലൈവിൽ നിങ്ങളെ കാണാം. അത് കഴിഞ്ഞ് നമ്മുടെ എക്സാമിന്റെ തലേ ദിവസമുള്ള ഷുവർ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ വരണം. മാക്സിമം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് ഈ ബയോളജി എക്സാം ക്രാക്ക് ചെയ്യണം.